നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തരായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത്തരത്തിൽ സൈനിക ശക്തിയും പണവും ആയുധങ്ങളും ഒക്കെയുള്ള 10 രാജ്യങ്ങളെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ഏത് രാജ്യത്തെ നേരിടാനാണ് ഇന്ന് ലോക രാജ്യങ്ങൾ ഭയപ്പെടുന്നത്? രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ, സൈനിക മേഖല, അതുപോലെ പ്രതിരോധ മേഖല, സാങ്കേതിക മേഖല എന്നിങ്ങനെ എല്ലാം നേടിയെടുത്തിട്ടുള്ള 10 രാജ്യങ്ങളെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10ാമതായിട്ട് വരുന്നത് ഇസ്രായേൽ എന്ന രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൂതമത വിശ്വാസികളുള്ള ഒരു ഏഷ്യൻ രാജ്യമാണ് ഇസ്രായേൽ എന്നത്. സിറിയ, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുമായിട്ടെല്ലാം ഇസ്രായേൽ അതിർത്തി പങ്കിടുന്നു. ജൂതമതക്കാരുടെ പുണ്യസ്ഥലമായിട്ടുള്ള ജെറുസലേമാണ് ഇസ്രായേൽ എന്ന നാടിന്റെ തലസ്ഥാനം എന്നത്. ഇവിടെയുള്ള 73% ആളുകളും ജൂതമത വിശ്വാസികളാണ്. ഇസ്രായേൽ എന്ന രാജ്യം തൊട്ടടുത്ത അറബ് രാജ്യങ്ങളുമായിട്ട് ആദ്യകാലം മുതൽക്കേ തന്നെ മതപരമായും അല്ലാതെയുമായിട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. $514 ബില്യൺ ആണ് ഇന്നത്തെ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ടോട്ടൽ GDP എന്നത്. ഇതിൽ തന്നെ $31 ബില്യൺ ആണ് ഇസ്രായേൽ എന്ന രാജ്യം തങ്ങളുടെ സൈനിക ശക്തിക്ക് മിലിറ്ററി പവറിനായിട്ട് ചിലവഴിക്കുന്നത്. 9ാമതായിട്ട് വരുന്നത് സൗദി അറേബ്യയാണ്. ഇന്നും രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ എന്നത്. ഭൂമിശാസ്ത്രപരമായി സൗദി അറേബ്യ ഒരു മരുഭൂമി പ്രദേശമാണെങ്കിലും ഇന്ന് ലോകത്ത് സമ്പത്തിന്റെയും ശക്തിയുടെയും കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇവിടെയുള്ള 99% ആളുകളും മുസ്ലിം മത വിശ്വാസികളാണ്. ക്രൂഡ് ഓയിൽ തന്നെയാണ് സൗദി അറേബ്യയെ ഇത്രയേറെ ലോകത്ത് സമ്പന്നനാക്കി മാറ്റിയത്. $2.25 ട്രില്യൺ ആണ് ഇന്നത്തെ സൗദി അറേബ്യയുടെ ടോട്ടൽ GDP എന്നത്. ഇതിൽ $78 ബില്യൺ ആണ് സൗദി അറേബ്യ മിലിറ്ററിക്കായിട്ട്, സൈനിക മേഖലക്കായിട്ട് ചിലവഴിക്കുന്നത്. 8ാമതായിട്ട് വരുന്നത് ഫ്രാൻസ് എന്ന രാജ്യമാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലുള്ള ഒരു സെമി പ്രസിഡൻഷ്യൽ രാജ്യമാണ് ഫ്രാൻസ് എന്നത്. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പറഞ്ഞ ഫ്രാൻസ് എന്നത്. സ്വിറ്റ്സർലാൻഡ്, സ്പെയിന് എന്നീ രാജ്യങ്ങളുമായിട്ടെല്ലാം ഇന്ന് ഫ്രാൻസ് അതിർത്തി പങ്കിടുന്നു. പാരീസ് ആണ് ഫ്രാൻസ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനം എന്നത്. $3.2 ട്രില്യൺ ആണ് ഇന്നത്തെ ഫ്രാൻസ് എന്ന രാജ്യത്തിന്റെ ടോട്ടൽ GDP എന്നത്. ഇനി ഈ ഒരു രാജ്യം തങ്ങളുടെ സൈനിക മേഖലക്കായിട്ട് ചിലവഴിക്കുന്നത് $64 ബില്യൺ ആണ്. ലോക പ്രശസ്ത കമ്പനികളായിട്ടുള്ള LVMH, ഹെർംസ് പാരീസ് ഇതെല്ലാം ഇന്ന് ഫ്രാൻസ് എന്ന രാജ്യത്തിൻ്റെതാണ്. 7ാമതായിട്ട് വരുന്നത് UK അഥവാ യുണൈറ്റഡ് കിങ്ഡം. ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ തങ്ങളുടെ കോളനികളാക്കി ഭരണം നടത്തിയവരായിരുന്നു ബ്രിട്ടീഷുകാർ എന്നത്. വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ദ്വീപ് രാജ്യമാണ് UK എന്നത്. ലണ്ടനാണ് UKയുടെ തലസ്ഥാനം എന്നത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് ഇതെല്ലാം യുണൈറ്റഡ് കിങ്ഡം എന്ന രാജ്യത്തിന്റെ കീഴിൽ വരുന്ന ഓരോ ഭാഗങ്ങളാണ്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒന്നിച്ച് പറയുന്ന ഒരു പേരാണ് ബ്രിട്ടൻ എന്നത്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതും പോകാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് ബ്രിട്ടൻ എന്നത്. $3.84 ട്രില്യൺ ആണ് ഇന്നത്തെ UK എന്ന രാജ്യത്തിന്റെ ടോട്ടൽ GDP എന്നത്. ഇതിൽ നിന്ന് $81 ബില്യൺ ആണ് UK എന്ന രാജ്യം മിലിറ്ററിക്കായിട്ട്, തങ്ങളുടെ സൈനിക ശക്തിക്കായിട്ട് ചിലവഴിക്കുന്നത്. ലോക പ്രശസ്ത ബ്രാൻഡുകളായിട്ടുള്ള റോൾസ് റോയ്സ്, യൂണിലീവർ, ബ്രിട്ടീഷ് പെട്രോളിയം ഇതെല്ലാം ഇന്ന് UK എന്ന രാജ്യത്തിൻ്റെതാണ്. 6ാമതായിട്ട് വരുന്നത് ജപ്പാൻ എന്ന രാജ്യമാണ്. ലോകത്തുള്ള സാങ്കേതിക വിദ്യയും ആയുർദൈർഘ്യത്തിന്റെയും കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ എന്നത്. 4 വലിയ ദ്വീപ് പ്രദേശങ്ങൾ ചേർന്ന് രൂപം കൊണ്ടതാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ജപ്പാൻ എന്നത്. 12 കോടി ആളുകളാണ് ഇന്ന് ജപ്പാനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. $4 ട്രില്യൺ ആണ് ഇന്നത്തെ ജപ്പാൻ എന്ന രാജ്യത്തിന്റെ ടോട്ടൽ GDP എന്നത്. ഇതിൽ തന്നെ $55 ബില്യൺ ആണ് ജപ്പാൻ എന്ന രാജ്യം സൈനിക മേഖലക്കായിട്ട് ഉപയോഗിക്കുന്നത്. 5ാമതായിട്ട് വരുന്നത് ഇന്ത്യയാണ്. ഇന്ന് ലോകത്തുള്ള സാമ്പത്തികമായും സൈനികമായും എല്ലാം മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ന് ഇന്ത്യയും ഉയർന്നു വന്നിട്ടുണ്ട്. 32 ലക്ഷം കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന 145 കോടിയിലധികം മനുഷ്യർ ജീവിക്കുന്ന ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ എന്നത്. ഡൽഹിയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനം എന്നത്. $4.19 ട്രില്യൺ ആണ് ഇന്നത്തെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ടോട്ടൽ GDP എന്നത്. ഇതിൽ ഇന്ത്യ എന്ന രാജ്യം തങ്ങളുടെ സൈനിക മേഖലക്കായിട്ട്, മിലിറ്ററിക്കായിട്ട് ഉപയോഗിക്കുന്നത്
$56 ബില്യൺ. ലോക പ്രശസ്ത കമ്പനികളായിട്ടുള്ള ടാറ്റ, റിലയൻസ്, അദാനി ഗ്രൂപ്പ് ഇതെല്ലാം ഇന്ത്യൻ കമ്പനികളാണ്. നാലാമതായിട്ട് വരുന്നത് ജർമ്മനിയാണ്. മധ്യ യൂറോപ്പിലുള്ള ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി എന്നത്. വലിയ പർവ്വത നിരകളും നഗരങ്ങൾക്കും പേരുകേട്ട ഒരു വികസിത രാജ്യം കൂടിയാണ് ജർമ്മനി എന്നത്. ആദ്യകാലം മുതൽക്കേ തന്നെ ജർമ്മനി പല വലിയ സംഭാവനകളും ലോകത്തിന് നൽകിയിട്ടുണ്ട്. ലോകത്തുള്ള ഏറ്റവും വലിയ വാഹന നിർമ്മാണ രാജ്യം കൂടിയാണ് ജർമ്മനി എന്നത്. ഇതൊന്നും കൂടാതെ ജർമ്മനി എന്ന രാജ്യത്തിന്റെ സൈനിക ശക്തി ഇന്ന് ലോകത്ത് പേരുകേട്ട ഒന്നാണ്. $6 ട്രില്യൺ ആണ് ഇന്നത്തെ ജർമ്മനി എന്ന രാജ്യത്തിന്റെ ടോട്ടൽ GDP എന്നത്. $88 ബില്യൺ ആണ് ജർമ്മനി എന്ന രാജ്യം തങ്ങളുടെ സൈനിക ശക്തിക്കായിട്ട് ഇതിൽ നിന്നും ഉപയോഗിക്കുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് റഷ്യയാണ്. ഭൂമിശാസ്ത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ എന്നത്. ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് 1,70,00,000 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്നത്. സാമ്പത്തിക കാര്യത്തിലും സാങ്കേതിക കാര്യത്തിലുമെല്ലാം ഇന്ന് എതിരാളിയായിട്ടുള്ള അമേരിക്കയോട് മത്സരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. 14 രാജ്യങ്ങളുമായിട്ട് ഇന്ന് റഷ്യ അതിർത്തി പങ്കിടുന്നു. $2.76 ട്രില്യൺ ആണ് ഇന്നത്തെ റഷ്യയുടെ ടോട്ടൽ GDP എന്നത്. $149 ബില്യൺ ആണ് റഷ്യ സൈനിക മേഖലക്കായിട്ട് ചിലവഴിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ചൈനയാണ്. ഇന്ന് ലോകത്ത് സാമ്പത്തികമായും സൈനികമായും സാങ്കേതികമായും വ്യവസായികമായും എല്ലാം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്നത്. അതുപോലെ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഏഷ്യൻ രാജ്യം കൂടിയാണ് ചൈന എന്നത്. 1949 ചൈന സ്വാതന്ത്ര്യം നേടിയത് മുതൽക്കേ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്നേ വരെയും ചൈന ഭരിക്കുന്നത്. 140 കോടി ആളുകൾ ജീവിക്കുന്ന ലോകത്തെ ഏറ്റവും ജനസാന്ദ്രത ഏറിയിട്ടുള്ള രണ്ടാമത്തെ രാജ്യം കൂടിയാണ് ചൈന എന്നത്. മെഷീനുകൾ, ഇലക്ട്രിക്കൽ കാറുകൾ, ഫർണിച്ചറുകൾ, കമ്പ്യൂട്ടറുകൾ, ഫോണുകൾ, ഭക്ഷണ വസ്തുക്കൾ എന്നിവയെല്ലാം ഇന്ന് ചൈന വലിയ രീതിയിൽ തന്നെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. $19.23 ട്രില്യൺ ആണ് ഇന്നത്തെ ചൈന എന്ന രാജ്യത്തിന്റെ ടോട്ടൽ GDP കണക്കുകൾ എന്നത്. ഇനി ചൈന തങ്ങളുടെ മിലിറ്ററി പവറിനായിട്ട് സൈനിക മേഖലക്കായിട്ട് ചിലവഴിക്കുന്നത് $249 ബില്യൺ ആണ്. ഒന്നാമതായിട്ട് വരുന്നത് USA അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഇന്ന് ലോകത്ത് സാമ്പത്തികമായും സൈനികമായും സാങ്കേതികമായും ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വടക്കൻ അമേരിക്കൻ രാജ്യമാണ് USA എന്നത്. ലോകത്തുള്ള ഏത് രാജ്യത്ത് ചെന്ന് യുദ്ധം ചെയ്യാനും കീഴ്പ്പെടുത്തിയ രാജ്യങ്ങളെ തങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരാനും ഇന്ന് അമേരിക്കക്ക് സാധിക്കും. 50 സംസ്ഥാനങ്ങൾ കൂടിയ ഒരു വലിയ ഫെഡറൽ റിപ്പബ്ലിക് ആണ് US എന്നത്. ഇന്ന് ലോകത്ത് ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് പോലും US ആണ്. ടെക്നോളജി, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൃഗങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഇന്ന് US കയറ്റുമതി ചെയ്യുന്നു. $30.51 ട്രില്യൺ ആണ് ഇന്നത്തെ US എന്ന രാജ്യത്തിന്റെ ടോട്ടൽ GDP എന്നത്. അമേരിക്ക ഇന്ന് തങ്ങളുടെ സൈനിക ശക്തിക്കായിട്ട് മിലിറ്ററി പവർ കൂട്ടാനായിട്ട് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് $997 ബില്യൺ ആണ്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു 3-4 രാജ്യങ്ങളുടെ മൊത്തം സൈനിക ചെലവ് കൂട്ടിയാൽ പോലും അത് അമേരിക്കയുടെ സൈനിക ചെലവിന്റെ അടുത്ത് എത്തില്ല എന്നതാണ്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ ലോകത്ത് പല കാര്യങ്ങളിലും US-നെ മറികടക്കാനായിട്ട് ചൈനയും റഷ്യയും നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്? നിങ്ങളുടെ മറുപടികളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.